മീനുവിൻ്റെ മിത്രയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. അപ്പോൾ എന്താണ് സ്കൂളിലെ മാനേജർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് എൻ്റെ അമ്മയുടെ ഇത് നിർത്താം എന്ന്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് IT കമ്പനിയിൽ ജോലി കിട്ടിയത് കാര്യം പറയാൻ. അമ്മ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഞാൻ അങ്ങനെ അതുപോലെ പറയുകയാണ് ചെയ്തത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാനപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞാറുണ്ട്, ഒരു അച്ഛനും അമ്മയും പോലും ഒരു മക്കളെയും ഇങ്ങനെ ദ്രോഹിക്കരുത്. ഞാൻ അവർ പറഞ്ഞതൊക്കെ അനുസരിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ലാതെ ആനന്ദേട്ടനെയും ഈ കുടുംബത്തെയും ചതിക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണെന്ന് പറഞ്ഞ് ദേവി വളരെ വിഷമത്തിൽ പൊട്ടി 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 കരയുകയാണ്. ഇപ്പോൾ ഞാൻ കാരണം ഈ വീട്ടിലെല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയന്മാരായ ആര്യനും ആകാശും നിങ്ങളും എല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു തന്ന കള്ളങ്ങൾ അതേപോലെ ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് മീനേൻ്റെയും മിത്രയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ഗോമതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗോമതി പറയും, നീ നിൻ്റെ വീട്ടുകാർ പറഞ്ഞെന്ന കള്ളങ്ങൾ അതേപോലെ പറഞ്ഞില്ലേ, അതല്ലേ നീ പറയുന്നത്? എന്നിട്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, എന്നിട്ട് നീ കുറ്റങ്ങളൊക്കെ അവരുടെ പേരിലാക്കിയിട്ട് നീ രക്ഷപ്പെടാമെന്നൊന്നും നീ വിചാരിക്കേണ്ട. നീ ചെയ്തത് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എൻ്റെ മകൻ എത്രത്തോളം ഇപ്പോൾ വിഷമിക്കുന്നുണ്ടെന്നറിയോ? എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിട്ട് അവനതെല്ലാം അവൻ്റെ ഉള്ളിൽ ഒതുക്കി ഞങ്ങളുടെ മുന്നിൽ അവൻ നല്ല സന്തോഷ ജീവിതം നയിക്കുകയാണെന്ന് കാണിച്ചു. അപ്പോൾ എത്രത്തോളം അവൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഗോമതി പറയുന്നത്. പിന്നെ ഗോമതി പറയും, നിനക്ക് നാണമില്ലേടി ഒരു വീട്ടിൽ വന്നിട്ട് ഇത്രയൊക്കെ കാണിക്കാൻ, ഇതൊക്കെ കാണിച്ചു കൂട്ടാൻ? ഞാൻ ഒരിക്കലും നിന്നെ ഒരു കോടീശ്വരൻ്റെ മകളായതുകൊണ്ട് മാത്രമല്ല സ്നേഹിച്ചത്. നീ ഒരു നല്ല കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണവും പൈസയും ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ നിന്നെ അത്രയ്ക്കധികം ഞാൻ സ്നേഹിച്ചു. ഇപ്പോൾ എന്നിട്ട് ഞങ്ങളെല്ലാം ചതിക്കാനും ഞങ്ങളെ എല്ലാവരും വഞ്ചിക്കാനും നിനക്ക് നാണമുണ്ടായില്ലേ എന്ന് പറഞ്ഞ് ദേവിയുടെ മുടി പിടിച്ച് വലിക്കുകയാണ് ഗോമതി. അപ്പോൾ ദേവി എതിർക്കാനും ശ്രമിക്കുന്നില്ല. പക്ഷേ ദേവി എങ്ങനെയെങ്കിലും കൈ പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതോടുകൂടി മീനയും ഇത്രയും ഒക്കെ വന്നിട്ട്, അമ്മ ഒന്നും ചെയ്യല്ലേ ആൻറ്റി, ഒന്നും ചെയ്യല്ലേ അപ്പച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വെക്കണം. അങ്ങനെ അവർ രണ്ടുപേരും ഒരുവിധം പിടിച്ച് ഗോമതിയെ അവിടെ നിന്ന് മാറ്റുകയാണ്. പിന്നെ ഗോമതി ദേവിയോട് പറയാണ്, നിൻ്റെ അച്ഛന് നിൻ്റെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ നിന്നെ വല്ല കടലിലോ വല്ല കെട്ടിത്താഴ്ത്തണമായിരുന്നു. നിങ്ങളെല്ലാവരും കൂടി നശിപ്പിച്ചത് എൻ്റെ മകൻ്റെ ജീവിതമാണ്. അവൻ എത്ര നന്നായിട്ടാണ് നിന്നെ നോക്കിയത്. ഞാനും ബാലേട്ടനും പറയുന്ന ഒരു വാക്കിൻ്റെ അപ്പുറത്തോട്ട് അവനൊരു കാര്യങ്ങളും ചെയ്തില്ല. എൻ്റെ പൊന്നും അവൻ്റെ ജീവിതം നീ കാരണം നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ദേവിയെ ശപിക്കുകയാണ് ഗോമതി. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയും, നീ കാരണം എനിക്ക് എൻ്റെ കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ടു. കൃഷ്ണമംഗലത്ത് നിന്ന് ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കൈ പിടിച്ച് വന്നവനാണ് ധർമ്മൻ. ആ ധർമ്മനെ വരെ എനിക്ക് നഷ്ടപ്പെടാനുള്ള കാരണക്കാർ നീയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവി പറയും, ഞാനങ്ങനെ ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു അവൻ, എനിക്കതിലൊരു പങ്കുമില്ല അത് എന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കുകയാണ്. പക്ഷേ ഗോമതിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മീനുവും ഇത്രയും ഗോമതിനെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഗോമതി പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഇവളെ പക്ഷം ചേർന്ന് എന്നോട് പറയാൻ വരരുത്. അങ്ങനെ പറയാൻ വരുന്നവരെല്ലാവരും എനിക്ക് ഇവളെ പോലെ തന്നെ ശത്രുവാകും. ഇവൾ ജോലിക്ക് പോകുമ്പോൾ ഇവൾക്കുള്ള ഭക്ഷണം രാവിലെ ഉണ്ടാക്കി കൊടുത്തയച്ചിരുന്ന ആളാണ് ഞാൻ. ഭക്ഷണം ഇവൾ വരാൻ നേരത്ത് വൈകിയാൽ ഇങ്ങനെ എൻ്റെ മോൾക്ക് എന്താ പറ്റി, എൻ്റെ മോൾ എന്താണ് വരാത്തതെന്ന് ആലോചിച്ച് ആശങ്കയിൽ ഇരുന്നിരുന്ന ഒരമ്മയാണ് ഞാൻ. എൻ്റെ അടുത്താണ് എന്നെയാണ് ഇവൾ ചതിച്ചത്. എനിക്കിത് ഒരിക്കലും ഇവളോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗോമതി വളരെ വിഷമിച്ചിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ദേവി കരയുമ്പോൾ ദേവീനെ മിത്രയും മീനും കൂടിയിട്ട് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ ഗോമതി ഒരു കാര്യം കൂടി പറയുകയാണ്, മറ്റൊന്നുമല്ല, നിൻ്റെ മനസ്സിൽ വന്ന ആശയമാണോ ഇത്, അതോ നിൻ്റെ അച്ഛൻ്റെ ആശയം തന്നെയാണോ ഈ ഒരു കള്ളവിവാഹം? നിങ്ങൾക്ക് നാട്ടുകാരെ പറ്റിച്ചും ചതിച്ചും ഒക്കെ നല്ല ശീലമാണല്ലോ, അങ്ങനെയാണല്ലോ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കുടുംബവും ജീവിക്കുന്നത്. അതുപോലെ ഇനി ഇങ്ങോട്ട് ഒന്നും പറയാനും എടുക്കാനും വരണ്ട. പിന്നെ നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ, നിൻ്റെ അച്ഛനെ ഞങ്ങൾ ഇവിടെ വരുത്തിച്ചോളാം, പിന്നത്തെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് ഗോമതി ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആകെ തകർന്ന അവസ്ഥയിൽ ആ റൂമിൻ്റെ മൂലയിലിരുന്ന് കരയുകയാണ് ദേവി. അത് കഴിഞ്ഞതിന് ശേഷം ബാലൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുറ്റത്ത് കൂടെ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ആശങ്കയിലാണ് ബാലൻ ഫോൺ എടുത്തിട്ട് ഒരു നമ്പർ ഡയൽ ചെയ്യണം. അപ്പോൾ വിളിക്കുന്നത് മറ്റാരെയല്ല, ഉദയഭാനുവിനെയാണ്. അങ്ങനെ ഉദയഭാനുവിനെ വിളിച്ചിട്ട് ഉദയഭാനു ഫോൺ എടുക്കും. അപ്പോൾ ചോദിക്കും, എന്താണ് ബാല, എന്താണ്
വിശേഷമെന്ന്. ഒന്നുമില്ല ഉദയഭാനു സാർ, ഞാൻ നിങ്ങളൊന്ന് വിളിച്ച് നാളെ ഒന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാനായിരുന്നു എന്ന്. അപ്പോൾ ഉദയഭാനു ചോദിക്കും, എന്തെങ്കിലും വിശേഷം ഉണ്ടോ അവിടെ? ഉണ്ട്, ഒരു ചെറിയ വിശേഷമുണ്ട്, ആ വിശേഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. എന്തായാലും ഭാര്യയും ശ്രീകലയും കൂട്ടിയിട്ട് നേരത്തെ തന്നെ വരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഉദയഭാനു പറയും, അതിനെന്താ, ഞാൻ നേരത്തെ തന്നെ വരാമല്ലോ, വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഉദയഭാനു ഫോൺ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഉദയഭാനു ആലോചിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചത് എന്ന്. അതിനുശേഷം ബാലൻ അങ്ങനെ ബാലൻ വിഷമിച്ചിരിക്കുമ്പോൾ ഗോമതി വന്നിട്ട്, ഗോമതിയും അതേപോലെ തന്നെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗോമതിയെ ആശ്വസിപ്പിക്കുകയാണ് ബാലൻ. എൻ്റെ മക്കളിൽ എന്നെ ഏറ്റവും നന്നായി അനുസരിച്ചതും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതും ആനന്ദമായിരുന്നു. പക്ഷേ ആനന്ദിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഒരിക്കലും അവന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനം അങ്ങനെ മനഃപൂർവ്വം ഒരിക്കലും ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് അവനൊരു നല്ല ബന്ധം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയാൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇങ്ങനൊരു ബന്ധം ഉണ്ടായപ്പോൾ ഞാൻ ഒരു ഏറ്റവും വലിയൊരു വിജയം കിട്ടിയ ആളെ പോലെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാം എൻ്റെ തെറ്റും കൊണ്ടും കൂടിയാണ് ഇങ്ങനെ പറ്റിയത്. നീ എന്നോട് ക്ഷമിക്കുക ഗോമതി എന്ന് പറയുകയാണ്. പിന്നെ ഞാൻ ഉദയഭാനുവിനെ വിളിച്ചിട്ട് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നാളെ അവർ വരും എന്ന് പറയുകയാണ്. അപ്പോൾ ഗോമതി അപ്പോഴത്തേനൊന്ന് കൂളായിട്ടുണ്ട്. ഗോമതി പറയും, ശരി, എന്തായാലും അവർ വരട്ടെ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം, മതി, ഇത് ഇത്രയും വലിയ ചതി ചെയ്ത ആൾക്കാരെ അവളെ ഇനി വീട്ടിൽ നിർത്താൻ പറ്റില്ല, അയാൾ വരുന്നതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം എന്ന് പറഞ്ഞ് അവരിയ്ക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗോമതി വിഷമിച്ചിരുന്ന് രാത്രി കരയുന്നതൊക്കെ കാണിക്കുന്നത്. ഇനി പിറ്റേ ദിവസത്തെ എപ്പിസോഡിൽ നമ്മുടെ ഉദയഭാനുവും ശ്രീകലയും കൂടി വരും. അങ്ങനെ ആ ശ്രീകലയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഇവരറിയുന്നത് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന്. അപ്പോൾ പക്ഷേ ശ്രീകല അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ശ്രീകല പറയും, ഞങ്ങളുടെ മകളേനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവൾ നിൽക്കേണ്ടത് ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മകളേനെ തിരിച്ചു കൊണ്ടുപോവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ബാലൻ്റെ അടുത്ത് വന്ന് ദേവി പറയും, അച്ഛനോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ ബാലനോട് മാപ്പ് പറയുകയാണ്. അപ്പോൾ ബാലൻ പറയും, എന്നോട് ഇത്രയും വലിയ ചതി ചെയ്ത ഉദയഭാനുവിൻ്റെ മകളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല, നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ദേവിയോടും പറയുകയാണ്. ദേവി ഗോമതിയുടെയും എല്ലാം കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ പക്ഷേ ഒരു സമയത്തുമ്പോൾ ആനന്ദിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആനന്ദ് ഷോക്കേസിലിരിക്കുന്ന ഷോ പീസ് എടുത്തിട്ട് ഉദയഭാനുവിനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പിടിച്ചു മാറ്റുന്നു. ഇങ്ങനെ ആകെ ഒരു കലുഷിതമായ അവസ്ഥയിലൂടെയാണ് ദേവമംഗലം കടന്നു പോകുന്നത്. പക്ഷേ ഒട്ടും കൺട്രോൾ ഇല്ലാതെ അവസാനം ഗോമതി ദേവിയെ വീടിന് വെളിയിൽ പുറത്താക്കുകയാണ്. അപ്പോൾ ദേവി കരഞ്ഞുകൊണ്ടാണ് ദേവീനെ പുറത്താക്കുന്നത്. അപ്പോൾ ദേവി കരഞ്ഞ് പറയുന്നുണ്ട്, എന്നെ ഉപേക്ഷിക്കരുത് ആനന്ദേട്ട, അമ്മയെ എന്നൊക്കെ പറഞ്ഞ് മീനെ മിത്രു എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഗോമതി വളരെ ദേഷ്യത്തിൽ തന്നെ വാതിൽ തുറന്നിട്ട് ഗോമതിയെ ദേവിയെ തള്ളി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആനന്ദിനെ ഉദയഭാനുവിനെയും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്.